ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയുടെ അമ്മ രേവതി വന്നിട്ടുണ്ട് കേട്ടോ. ദേവിയാനോട് സംസാരിക്കുകയാണ്. രേവതി പറയാണ്, ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവള് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ദേവിന് പറയുന്നുണ്ട്, ഇല്ലില്ല, എൻ്റെ മോളെന്നെ പൊന്നു പോലെ നോക്കുന്നുണ്ട്. ഞാനും കൂടെ ഇവിടെ വന്ന് ഇന്നനെ ചേച്ചി എന്ത് ചെയ്യാനാ? വേണോട്ടൻ അവിടെ ഒറ്റയ്ക്കല്ലേ. അത് മാത്രമല്ല, വേണോട്ടിന് ബിസിനസ് സംബന്ധമായിട്ട് കുറെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവരൊക്കെ വീട്ടിലുണ്ടായിരുന്നു. എനിക്ക് നല്ല പണിയായിരുന്നു. അതാ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നത് പറയുന്നുണ്ട്. ദേവേനി പറയുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. മോളെൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി എന്നെ ശുശ്രൂഷിക്കുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യമല്ലേ എന്ന് ദേവിയാനി പറയാണ്. എൻ്റെ പൊന്നു മോളുള്ളപ്പോൾ എനിക്കെന്താ കുഴപ്പമെന്നൊക്കെ ദേവിയാനി ചോദിക്കുന്നുണ്ട്. രേവതി പറയാണ്, ഞാൻ എന്നാൽ ഇവിടെ നിൽക്കാമെന്ന് ഓർത്തതാ, പക്ഷെ വേണോട്ടിന് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ദേവേനി പറയാണ്, അതൊന്നും സാരമില്ല, രേവതി പോയിക്കോ, ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, അത് സാരമില്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രേവതി പറയാണ്, എങ്കിലും കൊള്ളാം, ഇങ്ങനത്തെ മരുമക്കളൊക്കെ ഉണ്ടായാ എന്താ ചെയ്യാ ചേച്ചി? ചേച്ചിയുടെ മരുമകളുണ്ടല്ലോ, അവളുടെ വീട്ടിൽ പോയി സുഖിക്കാൻ നിൽക്കുകയല്ലേ. പിന്നെ അവളെ എന്ത് ചെയ്യാനാ? ഇപ്പൊ വന്ന് ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് അവളല്ലേ എന്ന് പറയുന്നുണ്ട്. ദേവേനെ പറയാണ്, അവളെ ഞാൻ എൻ്റെ മരുമകളായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല, പിന്നല്ലേ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തായാലും മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പം അവൾ തിരിച്ചു വരുമല്ലോ, അപ്പം അറിയാം ബാക്കി കാര്യങ്ങൾ. ദേവേനി പറയുന്നുണ്ട്, എന്തറിയാനാ, മലയ്ക്ക് പോയിട്ട് വന്നാലും രണ്ടുപേരും തമ്മിൽ ഒന്നിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവർ രണ്ടുപേരും ഞാൻ ഇവിടെ ഒരുമിച്ച് ജീവിക്കാൻ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്. രേവതി പറയാണ്, എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ചേച്ചിയുടെ അനിയത്തിനും അടിച്ച് പുറത്താക്കിയേനെ. ചേച്ചി പാവമായതുകൊണ്ടാണ് അവളമാരെയും ഇപ്പോഴും ഇവിടെ വെച്ചോണ്ടിരിക്കുന്നേ. എന്താണ് ചേച്ചിന്ന് സൂക്ഷിച്ചോണേ. ഇങ്ങനെ ആളെ കൊല്ലുന്ന ആൾക്കാരൊക്കെ വീടിനുള്ളിലുള്ളപ്പോഴേ ഒന്ന് ശ്രദ്ധിച്ച് ജീവിക്കുന്നതൊക്കെ നല്ലതാ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. എന്നാൽ ശരി ചേച്ചി, ഞാൻ പോവാന്നും പറഞ്ഞിട്ട് അവളെയും കൂട്ടി പുറത്തേക്ക് പോവാണ്. അങ്ങനെ പോയതിനു ശേഷം പറയുന്നുണ്ട്, പിന്നെ ആ കിഡ്നി കൊടുത്ത പെണ്ണ് ആരാണെന്ന് അറിഞ്ഞോ? കരൾ കൊടുത്ത പെണ്ണ് ആരാണെന്ന് അറിഞ്ഞോ എന്ന് രേവതി ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇല്ലമ്മേ, അറിയാൻ പറ്റുന്നില്ല, ആരാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ആരാണെന്ന് ആദർശേട്ടനും ജയനും ഒക്കെ അറിയാം, അച്ഛനൊക്കെ അറിയാമെന്ന് പറയുമ്പോഴേക്ക് രേവതി പറയാണ്, അവർക്കൊന്നും അറിയില്ലായിരുന്നെങ്കിലേ നമുക്ക് ആരെങ്കിലും നാടകക്കാരിയെ കൊണ്ട് കാണിച്ച് ഇവളാണെന്ന് പറഞ്ഞ് ക്യാഷ് തട്ടായിരുന്നു. അപ്പോഴേക്കും അനാമിക ആലോചിക്കാണ്, നീ എന്താ ആലോചിക്കുന്നേ? ഞാനും അത് തന്നെ ആലോചിക്കായിരുന്നമ്മേ, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. രേവതി പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞു നിന്നോട്, എങ്ങനെയെങ്കിലും ആ അനിയെ ഒന്ന് വശത്താക്കാന് ഞാൻ ശ്രമിക്കുന്നുണ്ടമ്മേ, അവൻ പിടി തരണ്ടേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേവിയാനി പതിയെ ഇറങ്ങി വരുന്നുണ്ട്. അനാമിക പറയാണ്, അവൻ ഇപ്പോൾ ഇഷ്ടം ആ നന്ദൂനെയാ, എന്നെ ഒരു ശകലം പോലും ഇഷ്ടമില്ല. ആ ചേച്ചിമാർ രണ്ടുപേരും പറഞ്ഞ് മയക്കി വെച്ചിരിക്കുക അനിയെ. എപ്പോഴും ഇപ്പോൾ അനി നയനെ കാണാനാന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോക്കാ പരിപാടി, ആ നന്ദൂനെ കാണാൻ. എനിക്കറിയാം ഇപ്പോഴും അവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുന്നില്ലമ്മേ, എനിക്ക് അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് ദേവേനെ കാണുമ്പോൾ അവൾ പറയാണ് കേട്ടോ. ദേവേനി പറയുന്നുണ്ട്, മോളെ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, അതെല്ലാം മാറും. അനി എൻ്റെ പൊന്നുമോള് നന്നായിട്ട് സ്നേഹിച്ചാൽ മതി. ഒരു ബന്ധം ഇട്ടെറിഞ്ഞേച്ച് പോകാൻ എളുപ്പമാണ് മോളെ, അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നിടത്താ നമ്മുടെ മിടുക്ക് എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യാൻ കേട്ടോ. ഈ സമയത്ത് രേവതി പറയുന്നുണ്ട്, എങ്കിലും ചേച്ചി, ഭർത്താവ് സ്നേഹിച്ചില്ലെങ്കിൽ എങ്ങനെ ഒരു ഭാര്യയ്ക്ക് ജീവിക്കാനാകും? ദേവേനി പറയാണ്, ആദ്യം വന്ന സമയത്ത് ഈ പറഞ്ഞ ആദർശിന് നയനെ കണ്ണെടുത്താൽ കണ്ണൂടായിരുന്നു. പലതവണ അവൻ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ അവൻ അവളുടെ പിന്നാലെ മണപ്പിച്ച് നടക്കുന്നത്. അതുപോലെ തന്നെ അവളെപ്പോലെ തന്നെ മോളും എങ്ങനെയെങ്കിലുമൊക്കെ അനിയെ വശത്താക്കി എടുക്കണം എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജലജയോട് രേവതിയും അനാമികയും സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജലജ ചോദിക്കാണ്, രേവതി പോവാണെന്ന് ചോദിക്കുമ്പം അതെ, വേണോട്ടൻ അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, പോകാതിരുന്നാൽ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ മോളെ ഒന്ന് വന്ന് കണ്ടു കഴിയുമ്പം ഒരു സമാധാനമാകും, അതാ എന്ന് പറയുന്നുണ്ട്. ചേച്ചി എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പം എന്ത് പറയാനാ, മരുമകളുടെ കാര്യം പറയായിരുന്നു. അവളിപ്പോൾ പോയി സുഖിക്കാൻ നിൽക്കുകയാണല്ലോ, ഒന്നും അറിയണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, പാവം എൻ്റെ അനാമിക മോള്, അവള് നിന്നതാ, ഈ അനി ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. ജലജ പറയാണ്, ഇപ്പോഴും അവന് ആ പെണ്ണു തന്നെ ആയിരിക്കും ഇഷ്ടം, അതുകൊണ്ടാ മോളെ ഇങ്ങനെ തഴയുന്നത്. രേവതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആകാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് നിന്നേക്കാന്ന് അമ്മയോട് പറഞ്ഞതല്ലേ, എനിക്ക് വയ്യ ഇങ്ങനെ ഓർത്തരെ കുത്തും കോളൊക്കെ കൊണ്ട് നിൽക്കാന്. രേവതി പറയുന്നുണ്ട്, ചേച്ചി ഇവള് പറഞ്ഞത് കേട്ടോ, അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുമോ? 1-2 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, അടുപ്പിച്ച് കുറച്ച് ദിവസം നിന്നാലേ അതെ ഞങ്ങൾക്ക് നാണക്കേടാ. പിന്നെ ബന്ധുക്കാരും നാട്ടുകാരൊക്കെ ഓരോ ചോദ്യം തുടങ്ങും. ജലജ പറയാണ്, അതെ ബന്ധുക്കൾക്ക് നാട്ടുകാർക്കുവാ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പ്രത്യേക ഇൻട്രസ്റ്റ്.
അപ്പോഴേക്കും രേവതി പറയുന്ന അനാമിക പറയാണ്, എന്തായാലും എൻ്റെ അച്ഛന് ഞാനൊരു ഭാരമല്ല. രേവതി പറയാണ്, പിന്നെ എനിക്കാണോ നീ ഭാരം? ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ, പക്ഷെ വിവാഹം കഴിച്ച് പെൺകുട്ടികളാണ് നിന്നാലേ അത് ശരിയല്ല, അതുകൊണ്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അനാമിക പറയാണ്, എനിക്കൊട്ടും സഹിക്കാൻ വയ്യാതെ ഞാൻ അങ്ങോട്ടേക്ക് വരും. 3-4 തലമുറയ്ക്ക് കഴിയാനുള്ളത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്. രേവതി മനസ്സിൽ പറയാണ്, ആ ഉണ്ട് 3-4 കസേരയും ഒരു മേശയും എന്ന് പറയുന്നുണ്ട് മനസ്സിൽ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നവ്യയും ആബിയും കൂടി ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ട്. വരുന്നുണ്ട് അടുത്ത സാധനം എന്ന് പറയാൻ കേട്ടോ. ജലജ ചോദിക്കാണ്, അല്ല ഒരുങ്ങിക്കെട്ടി ഇവളെയും കൊണ്ട് നീ എങ്ങോട്ടാടാ? നവ്യ പറയുന്നുണ്ട്, അതെ ഒന്ന് ഷോപ്പിങ്ങിന് പോകണം, ഒന്ന് സിനിമയ്ക്ക് പോകണം, പുറത്തുനിന്ന് ഫുഡൊക്കെ ഒന്ന് കഴിക്കണം. രേവതി പറയാണ്, അയ്യപ്പന്മാർ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? നവ്യ പറയാണ്, അവൻ കഴിക്കണ്ട എനിക്ക് കഴിക്കാലോ. ജലജ ചോദിക്കാണ്, നീ എന്തിനാണ് ഇവളെയും പൊക്കി പിടിച്ച് നടക്കുന്നത്? നാക്കിന് എല്ലുമില്ല, സ്വഭാവം മോശമായ ഇവളെയും കൊണ്ടൊക്കെ എന്തിനു നീ ഇങ്ങനെ നടക്കുക എന്നൊക്കെ ചോദിക്കാണ്. അപ്പോഴേക്കും നവ്യ ഇങ്ങനെ പാട്ട് പാടുക കേട്ടോ, സ്വർണം ബാഗിൽ വെച്ച് സ്വർണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അയ്യോ ഇവളുടെ സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ല, നാക്ക് കുറച്ചൊന്ന് കുറച്ചാൽ മതി എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയാണ്, എൻ്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം പറ, എൻ്റെ സ്വഭാവത്തിന് ചെറിയൊരു മോശമെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ എന്നൊക്കെ ജലജോട് പറയുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുമ്പായിട്ട് ജലജ പറയുന്നുണ്ടായിരുന്നു, പണ്ടേ ഷൂട്ടിങ്ങിന് ഇവിടെ ഒരുങ്ങി ഒരു തുണിയില്ലാതെ ഇവൾ ഇറങ്ങിപ്പോയതാ എന്നൊക്കെ പറയാണ്. ഇത്രയ്ക്ക് മോശപ്പെട്ട സ്വഭാവമായിരുന്നു ഇവളുടെ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ, നിങ്ങളുടെ മകളുടെ അത്രയും മോശപ്പെട്ട സ്വഭാവമൊന്നും അല്ല, പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ശരിയാ, പക്ഷെ ഇപ്പം അതൊന്നും എൻ്റെ സ്വഭാവത്തിലില്ല എന്ന് നവ്യ പറയുന്നുണ്ട്. അനാമിക പറയാണ്, ആർക്കറിയാം ഇവളൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്തവളാ, പുറത്തുനിന്ന് പോയി ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നത് ഇവൾ അങ്ങനത്തെ ഫുഡൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാ. നവ്യ പറയുന്നുണ്ട്, അതെ നീ പറഞ്ഞ സത്യം തന്നെയാ, ഞാനേ അങ്ങനത്തെ ഫുഡൊന്നും പുറത്തുപോയി കഴിച്ചിട്ടില്ല. എൻ്റെ അച്ഛനെ ഒരു ശില്പിയായിരുന്നു, ഞങ്ങൾ നല്ല പാവപ്പെട്ട വീട്ടിൽ തന്നെയാ, ഞങ്ങളെ അത്യാവശ്യം ഒതുങ്ങി തന്നെയാ ജീവിച്ചുകൊണ്ടിരുന്നതും. പിന്നെ നായനെയും അച്ഛനുമാ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. അവളൊരു ആർട്ട് ഗാലറി തുടങ്ങി, അവൾ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം എൻ്റെ അച്ഛനും മേടിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആഹാരവും കഴിച്ചു തന്നെയാണ് വളർന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഇത്രയും സൗകര്യമുള്ള ഇത്രയും കാശുള്ള വീട്ടിലേക്ക് വരുമ്പോഴെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണ്ടേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നേ. അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ്, എൻ്റെ പൊന്നി ചേച്ചി ഇങ്ങനത്തെ ഒരു മരുമകളെ ചേച്ചി എങ്ങനെ സഹിക്കുന്നു? നവ്യ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് രേവതി എൻ്റെ പൊന്ന് ചേച്ചി, നിങ്ങളുടെ മോളെ ഇത്രയും കാലം സഹിച്ചില്ലേ, അപ്പൊ പിന്നെ അതിനും വലുതൊന്നുമില്ല ഒന്നും. ഇവളെ ഒരെണ്ണമല്ലേ ഉള്ളൂ, പക്ഷെ 9 ഫലം ചെയ്യും. നിങ്ങൾ അച്ഛനും അമ്മയും ഒരെണ്ണം മതിയെന്ന് വെച്ചത് നന്നായി, അല്ലെങ്കിൽ ആരൊക്കെ അനുഭവിക്കേണ്ടി വന്നേനെ എന്നൊക്കെ പറഞ്ഞ് നവ്യ പറയാണ്. എടീന്ന് പറയുമ്പോഴേക്കും, ബാ ആബി നമുക്ക് പോവാം, സമയമില്ല, ഇതുങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നാലേ നമ്മളുടെ കാര്യങ്ങൾ നടക്കില്ല എന്നും പറഞ്ഞിട്ട് നവ്യ പോവാണ്. അനാമിക ചോദിക്കാണ്, എന്ത് പറഞ്ഞ ഈ അബിയേട്ടനെ ഇവളെങ്ങനെ മയക്കി വെച്ചേക്കുന്നേ? അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, എന്തോ പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക. അനാമിക പറയുന്നുണ്ട്, അവനെ മാത്രമല്ല അപ്പച്ചിനെയും എന്തൊക്കെയോ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അതാ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുമ്പിൽ നിന്ന് അപ്പച്ചി ചൂളിപ്പോന്നേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവരുടെ സ്വഭാവത്തിന് എന്തെങ്കിലും ചെയ്തു പോകും ഇവളെ എന്നൊക്കെ പറഞ്ഞ് അനാമിക പറയുമ്പോഴേക്കും ജലജ മനസ്സിൽ കരുതുകയാണ്, എന്ത് ചെയ്യാനാ, അവളെ കൊല്ലാൻ വേണ്ടി പാലി വിഷം കലക്കിയിട്ട് എന്ത് സംഭവിച്ചു, അത് മറ്റൊരാൾ കുടിച്ച് കിടപ്പിലായി, അല്ലാതെ എന്ത് സംഭവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവ്യാനിയുടെ മുറിയിലേക്ക് അനാമിക വരികയാണ്. എന്താ വല്യമ്മ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും മോളെ കബോർഡിൽ നിന്നും ആ ബുക്കൊന്ന് എടുത്തെന്ന് ചെക്ക് ബുക്ക് എടുക്കുമെന്ന് പറയാണ്. അങ്ങനെ ചെക്ക് ബുക്ക് എടുത്ത് ദേവ്യാനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആർക്കാ വല്യമ്മ ഇപ്പൊ ചെക്കെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് ഒരാൾക്ക് കൊടുക്കാനാ എന്ന് പറയാണ്. ഇതിന് തൊട്ട് മുമ്പായിട്ട് ദേവ്യാനി ആദർശിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഒരു അത്യാവശ്യ കാര്യമുണ്ട്, വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദർശ് അവിടുന്ന് തിരിച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് അനാമിക ചോദിക്കാണ്, അല്ല വല്യമ്മേ ആർക്കാ ചെക്ക്? അതെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരാൾക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക മനസ്സിലോർക്കാണ്, അവക്ക് കൊണ്ടുപോയി മുത്തശ്ശൻ സ്വർണ്ണമൊക്കെ കൊടുത്തുകൊണ്ട് അതിൻ്റെ വാശിക്ക് എനിക്ക് പണം എഴുതി തരാനായിരിക്കും. ലക്ഷങ്ങൾ എങ്ങനെ എഴുതി തന്നേക്ക് വല്യമ്മേ, ആരായിരിക്കും എനിക്ക് പ്രിയപ്പെട്ട ആള് എന്നറിയുമോ എന്ന് ചോദിക്കാണ്. മനസ്സിൽ അനാമിക പറയുന്നുണ്ട്, ഞാൻ തന്നെ ആയിരിക്കും, എന്തായാലും അത് പറയണ്ട, വല്യമ്മയുടെ വാഗൊണ്ട് തന്നെ പറയട്ടെ എന്നിങ്ങനെ ഓർത്ത് നിൽക്കുകയാണ്. ആരാ വല്യമ്മേ, ആരാ അത്ര പ്രിയപ്പെട്ട ആള് എന്ന് ചോദിക്കുകയാണ്. അതുണ്ട്, എനിക്ക് കയൽ നൽകിയ ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിക്കാണെന്ന് പറയാണ്. മനസ്സിനകത്ത് നാശം, ഞാൻ കരുതി എനിക്കായിരിക്കുമെന്ന് എന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് കയറി വന്ന്, എന്താ അമ്മേ എന്താ അത്യാവശ്യമായിട്ട് വിളിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനാമിക പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് കഥേൻ്റെ പിന്നിൽ നിന്നും ഒളിഞ്ഞു നോക്കുകയാണ്. ആദർശനോട് ദേവേനി പറയുന്നുണ്ട്, ദാ ചെക്ക് ബുക്കിനകത്ത് നീ ഒരു 50 ലക്ഷം എഴുതിക്കെന്ന് പറയുമ്പോൾ 50 ലക്ഷമോ ആർക്കാന്ന് ചോദിക്കാണ്. എനിക്ക് കരൾ നൽകിയ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക അവിടെ നോക്കാണ്, ഈശ്വര ഞാനൊന്ന് ബ്ലഡ് എല്ലാം കൊടുത്തിരുന്നെങ്കിൽ ഒരു 10 ലക്ഷം എങ്കിലും എഴുതി മേടിക്കായിരുന്നു എന്നും പറഞ്ഞ് അവളെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്.
ആദർശ് പറയാണ് അത് പിന്നെ അമ്മേ അവർ ആ പൈസ മേടിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ പ്രതിഫലത്തിന് വേണ്ടിയിട്ടല്ല അവരൊന്നും ചെയ്തത്, അതുകൊണ്ട് അവരെ ക്യാഷോ പണമോ ഒന്നും മേടിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ദേവ്യാനി പറയുന്നുണ്ട് സാരമില്ലടാ, വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലം മാത്രമായുള്ളൊരു പെൺകുട്ടി ഇങ്ങനെ ഒരു സഹായം ചെയ്യണമെങ്കിലേ അവളുടെ മനസ്സ് എന്തുമാത്രം വലുതായിരിക്കും. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും സ്നേഹിക്കുന്നത് ആ കുട്ടീനെയാ. അതുകൊണ്ട് മേടിച്ചാലും ഇല്ലെങ്കിലും നീ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ഏൽപ്പിക്കണം. അത് മാത്രമല്ല ചെക്ക് ബുക്ക് മേടിച്ചില്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അമ്മേ എങ്ങനെ കൊടുത്താലും അവർ സ്വീകരിക്കില്ല എന്ന് ആദർശ് പറയുമ്പോഴേക്കും ദേവ്യാനി പറയാണ് 50 ലക്ഷം മതിയോടാ, അതിൽ കൂടുതൽ എഴുതണം ചോദിക്കുമ്പോൾ അമ്മേ 50 ആയാലും 5 ആയാലും അവർ സ്വീകരിക്കണ്ടേ? അതൊക്കെ സ്വീകരിച്ചോളും, നീ എന്ന് കൊടുക്ക്, അല്ലെങ്കിൽ അവരെ എൻ്റെ അടുത്തേക്ക് ഇന്ന് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം. വേണ്ടമ്മേ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശ് പോവാണ്. അപ്പോഴേക്കും ദേവ്യാനിയുടെ ആരായിരിക്കും അതെന്നോർത്ത് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇന്നത്തെ ഒരു സ്റ്റോറി. അപ്കമിംഗ് ആയിട്ട് വരുന്ന പോകുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മൾ ഉച്ച സമയത്തൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.